പ്രശ്നം പരിഹരിച്ച് അമ്മ അടുത്ത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റോ ആണെന്ന്. എന്നാ അല്ല, എനിക്കൊരു മോനുണ്ട്, നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാണെന്നാണ് അവന്റെ വിചാരം. ഇവൻ ഉണ്ടാക്കി വെക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കേ നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ ഇവരൊക്കെ വന്നിരിക്കുന്നത്. 30 സെന്റിലും കൊട്ടാര വീട്ടിലും താമസിച്ച ഞാനാ ഇപ്പൊ 3 സെന്റിലാ താമസം. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഉപദേശിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ലാളിച്ച് വളർത്തിയതൊക്കെ എന്റെ തെറ്റ്. ഇപ്പോഴും എവിടെയോ പോയിട്ടുണ്ട്. അമ്മേ ൊരു നാടുണ്ടിങ് കണ്ണാടിക്കല് പേരാണ്. അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. വന്നാ കിരീടത്തിലോ കൊച്ചിൻ ഹനീഫ, എന്താണ് അതിന്റെ കയ്യില്? ഒരു ബൊക്ക, ഒരു മാല. എന്താ കണ്ടാ മനസ്സിലാവൂലേ? അതൊക്കെ മനസ്സിലായി. എന്താ നാട്ടിലെ ഏറ്റവും വലിയ ലോക തോൽവിക്ക് കിട്ടിയ സ്വീകരണ? അമ്മ എന്നെ അങ്ങനെ അപമാനിക്കരുത്. ഒന്നുമില്ലെങ്കിലും ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് ഞാൻ. ഗുണ്ട? നിങ്ങൾ ഇവന്റെ നെറ്റിയിലെ പാട് കണ്ട ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും വല്ല വെട്ടിലോ കുത്തിലോ പെട്ട് കിട്ടിയതാണെന്ന്. എന്നല്ല, രാത്രി മുള്ള ഇറങ്ങിയപ്പോഴേ വാഴയില അനങ്ങുന്നത് കണ്ട് പേടിച്ച് തിരിച്ചോടി കട്ടള പടിച്ചെന്ന് ഇടിച്ച പാടായത് അവന്റെ ഒരു ഉണ്ട. അമ്മേ, എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പേ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എടാ, നീ അടിയും പിടിയേറ്റൊക്കെ നടന്ന് നിന്റെ അച്ഛന്റെ അഡ്രസ് കളയല്ലേ? അഡ്രസ്? ഈ പറഞ്ഞ അഡ്രസ് എന്താണെന്നറിയാവോ? പൊന്നപ്പൻ തുണിയൂരി വടക്കതിർ. 10 പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന അഡ്രസ് ആണ്. പിന്നെ ഒരു കുഴപ്പമില്ല. ആരാ തുണിയാ ഊരിയെ? നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ കുറിച്ച് ആലോചിച്ച് ചങ്ക് പൊട്ടിയാണ് നിന്റെ അച്ഛൻ മരിച്ചത്. ചങ്ക് പൊട്ടി അല്ലാതെ നിമോണിയ ഒന്ന് ഗവൺമെന്റ് ആശുപത്രി കിടന്നപ്പം കറങ്ങിക്കൊണ്ടിരുന്ന ഫാന് തലയിൽ വീണല്ല എന്റെ അച്ഛൻ മരിച്ചത്. അത് പിന്നെ എന്റെ പടലിൽ തന്നെ. എടാ, നീ ഗുണ്ടാ പണിയൊക്കെ നിർത്ത്. ഈ വയ്യ വിലയൊന്നും എടുത്തിന്റെ തല വയ്ക്ക എന്നെ കൊണ്ട് വയ്യ. ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവടാ. അമ്മ എപ്പോഴും പറയാറില്ലേ എനിക്കൊരു കൂട്ടില്ലാന്ന്. ഇന്ന് ഞാൻ വന്നതേ അമ്മയ്ക്കൊരു കൂട്ടുവായിട്ടാണ്. എവിടെ? എടി രഞ്ജനിയായി ഒരു വണ്ട് തിന്നപ്പൂ ഒരുത്തി കണ്ടൊടിഞ്ഞ ചെമ്പരത്തി മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി. ആരാടാ ഇത്? അമ്മേ, ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഇവളെ കെട്ടേണ്ടി വന്നു. ഇന്ന് ആലപ്പുഴയിലായിരുന്നു കൊട്ടേഷൻ ഭാഗമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഭയങ്കര ആൾക്കൂട്ടം തന്നെ. ഞാൻ നെഞ്ചും വരിച്ചങ്ങ് ചോദിച്ചു ആരടാ ഇവിടെ വരുണെന്ന്. അപ്പൊ അവിടെ കേട്ടോണ്ടിരുന്ന ഒരു കിളവൻ കേട്ടത് വരനെന്നായിരുന്നു. അയാളെ നേരെ കല്യാണ മണ്ഡപം ചൂണ്ടിക്കാണിച്ച് ഞാൻ അവിടെ ചെന്ന് ഒറ്റ അടി കൊടുത്ത് അതോടെ അവന്റെ ബോധം അങ്ങ് പോയി. തിരിച്ചിറങ്ങിയപ്പോ നാട്ടുകാര് മൊത്തം അങ്ങ് കൂടി ഇവളെ പിടിച്ചെന്നെ കെട്ടിച്ച്. അതൊരു സമൂഹ വിവാഹമായിരുന്നു എന്റെ അമ്മേ. ഇവളെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ആ കമ്മറ്റിക്കാരി എന്നെ എടുത്ത് തിളച്ച സാമ്പാറിലോട്ട് ഇട്ടേന്. ഞാൻ ചെയ്ത് തെറ്റാണോ അമ്മേ? നിനക്കും ചെലവിനെ അന്ന് നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും കാശ് കൊടുത്ത് ഞാൻ ഇവക്കും കൂടെ ചെലവിന് കൊടുക്കണോ? ഇറങ്ങടാ ഇവിടുന്ന്. ഇതൊന്നും മിണ്ടായിരിക്കടി, ഇതെന്റെ അമ്മയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും അകത്തൊന്നും കയറി പറ്റണം. ഇല്ലെങ്കിൽ ഇതിനേക്കാളും ശോഷിച്ച അവസ്ഥയായിരിക്കും നമ്മുടെ. നീ അമ്മയെ വളച്ച് കുപ്പി കയറ്റണം. ഇതിന് കുപ്പിയല്ല, മിനിമം ഒരു ചാക്കെങ്കിലും വേണം. അയ്യോ, അമ്മ തല്ലി ഒടിച്ച ചാക്കി കയറ്റുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അമ്മയുടെ സ്നേഹവും സ്മൃതി നീ അങ്ങ് പിടിച്ചു പറ്റണം. പറ്റടാ? പറ്റട്ടാ? എന്താടി നീ കാണിച്ചേ? ചേട്ടല്ലേ പറഞ്ഞ നമ്മളെ സ്നേഹം പിടിച്ചു പറ്റാൻ? ഞാൻ പറഞ്ഞ അവര് കുഴിനകൊള്ള കാല് കയറി ഞെക്കാനായിട്ട്. എടി, നീ ഇങ്ങനെ നിക്കാതെ എങ്ങനെയെങ്കിലും അമ്മയുടെ സ്നേഹം നീ ഒന്ന് പിടിച്ചു പറ്റണം. പറ്റട്ടാ? അയ്യേ, ഇതെന്ത് അഞ്ഞനടാ പഞ്ഞനട വരെ ചോദിച്ചോരടി. അമ്മേ, ഞാനിനി മുതൽ ഈ വീടിന്റെ വിളക്കാണ്. അമ്മേ, അമ്മയ്ക്കും എന്റെ വിഷമം മനസ്സിലാവൂലോ, കാരണം അമ്മയും ഒരു സ്ത്രീ അല്ലേ. സംശയമുണ്ടോ? അല്ല അമ്മേ, എന്നെ വിളക്ക് വെച്ച് കേട്ടണ്ടേ അമ്മേ? ആഗ്രഹം ഉണ്ടോ? പക്ഷെ ജയിലിൽ കയറാൻ വയ്യാത്തോണ്ടാ. എന്റെ പള്ള വിളക്ക് വെച്ച് കേട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. എന്റെ കയ്യിൽ നിലവിളക്ക് കത്തിച്ച് തന്ന വലത് കാല് വെച്ച് മണി ഇവിടെ നിന്ന് സംസാരിച്ചാതിയേ. അല്ല, കേറണ്ടേ അങ്ങോട്ട്. അതെ, ഇവൻ എന്ത് ഗുണ്ടായാലും എന്ത് ഉണ്ടായാലും അമ്മേ, എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 4 പേരെ ഉൾപ്പെടുത്തി മണ്ഡപത്തിൽ വെച്ച് ഇവന്റെ കല്യാണം നടത്തണോന്ന്. അതാ നീ 2 എണ്ണം കൂടെ തൊലച്ചത്. എന്നാ നമുക്ക് കല്യാണം റീക്രിയേഷൻ ചെയ്താലോ? എനിക്ക് താല്പര്യമില്ല. ഇത് ഒരു തരത്തി അടുക്കൂല. നമ്മളിപ്പോ എന്തൊരു ചെയ്യും? അമ്മയ്ക്ക് സംഗീതത്തിനോട് ഭയങ്കര താല്പര്യം. നിനക്ക് കലാപരമായ എന്തെങ്കിലും കഴിവുകളുണ്ടോ? ഞാൻ ഈ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും. വേണ്ടി അമ്മയ്ക്ക് വേണ്ടി 2 വരി മൂളാം. 2, 3, 4 നീ മൂളിക്കോ. എങ്ങനെയെങ്കിലും നമുക്ക് അകത്തൊന്ന് കേറി പറ്റണം, അത്രേ ഉള്ളൂ. കീച്ചട്ടാ? കീച്ചിക്കോ. ഉത്തപ്പം വേണ പെണ്ണ പോണ്ട വേണ ഇട്ടാ പൂച്ചാട്ട
നന്നാ പുട്ടു വേണ ഉത്തപ്പം വേണ വേണ്ട ബോണ്ട വേണ ഇത്തപൂജ നന്നാ പുട്ടു വേണ കദളി പഴവും വെച്ച് കടല പരിപ്പും വെച്ച് നൽകിയിട പാൽപായസം ആ വേണ തിന്ന് ആ തിന്ന് അമ്മേ ആ വേണ തിന്ന് ആ തിന്ന് അണ്ണ ആ വേണ തിന്ന് തിന്ന് അമ്മേ ആ വേണ തിന്ന് തിന്ന് അമ്മേ. അയ്യോ എന്താ അമ്മേ? മക്കളെ ഓ ഒരുപാട് ഗുണ്ടാപ്പണി ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ണീരും കുടിപ്പിച്ചിട്ടുണ്ട്. അതിന് അതിന്റെയൊക്കെ ഫലമാണ് ദോ നിൽക്കുന്ന പച്ച വീട്ടില്. വിളിച്ചോണ്ട് ഇറങ്ങടാ ഇതിനെ. എടി ഇമ്പ്രസ് ചെയ്ത് അകത്തോട്ട് കയറാനുള്ള പാട്ട് പാടാൻ പറഞ്ഞപ്പ നീ ചവിട്ടി പുറത്താക്കട പാട്ടാടി പാടിയത്. ഇപ്പൊ നമ്മൾ ഇനി എന്തോ ചെയ്യും? അതാണ് ആ സെന്റിയില് വീഴാത്തതായിട്ട് ആരുമില്ല. നീ ഒരു സെന്റി അങ്ങോട്ട് ഇറക്ക്. അമ്മേ ഞങ്ങളതാ പോവാ അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിൽ. താണ്ട്രാ സെന്റ് പറഞ്ഞപ്പോ സിദ്ധിക്ക് കയറി വരുന്നു. അമ്മേ ഞങ്ങള് പോവാ. ഞങ്ങൾ ഇനി ഇവിടെ ഇന്നാ അമ്മയ്ക്കൊരു ഭാരമാവും. നാളെ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിൽ അനാഥരായ 2 ശവം കണ്ട അമ്മ സംശയിക്കണ്ട, അത് ഞങ്ങളുടെ തന്നെ. എന്തുവാടാ ഇത്? കൊരങ്ങല്ലോ, ഒരു അനക്കമില്ലല്ലോ. അമ്മേ ഞങ്ങളെന്താ പോവാ? പോയാട്ടാ പോവാ, എന്തായാലും പറഞ്ഞു പോയാ പറ്റും. എടി നിന്റെ വല്ല പൈസയുണ്ടാ? അവിടെ നിന്ന് വല്ലതും തന്നായിരുന്നാ? അപ്പൊ ഈ കഴുത്തി കിടക്കണതൊക്കെ റോൾഡ് ഗോൾഡ്. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? അല്ല ചേട്ടന് കുറെ കൂട്ടാനുണ്ടല്ലോ, അവരുടെ വീട്ടിൽ 2-3 ദിവസമൊക്കെ. നീ ഇവിടെ നില്ല്, ഞാനിപ്പോ നോക്കിട്ട് വരാം. അമ്മേ, അമ്മയുടെ തീരുമാനം ഇതാണോ? ഓഹോ, ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നീ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടണല്ലേടാ? തറയെ വെച്ച ഉറുമ്പരിക്കും തലയെ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞല്ലേടാ നിന്നെ വളർത്തിയത്. എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാമോ? അമ്മേ പറ്റിപ്പോയി. പോട്ടടാ മോനെ, നീ വിഷമിക്കണ്ട. അമ്മയുടെ പൊന്നാരാ? ഞാനാ. അമ്മയുടെ ചക്കര ആരാ? അമ്മയുടെ മുത്താരാ? 16 പേരെ വെട്ടിയ കേസിലെ പ്രതി. അമ്മയുടെ മുമ്പിൽ അമ്മയെ ചക്കര ആരാ? ഞാനാ. അമ്മയുടെ പഞ്ചായത്ത് ആരാ? ഞാനാ. നാട്ടിൽ കളിക്കുന്ന നാളെ ഒട്ടടാ മച്ചാൻ, ഇങ്ങോട്ടൊന്ന് വാ. അമ്മേ ഞങ്ങള് പോവാ. പറകന്ന് വിളിച്ചാ മതിയായിരുന്നു. അതെ എടാ സക്സസ്ഫുള്ളി. ഇനി വന്നേ. എന്തായാലും എനിക്ക് കൂട്ടിന് വേണ്ടിട്ടല്ലേ നീ ഇവളെ കെട്ടിക്കൊണ്ടുവന്നേ. ഒരു കാര്യം ചെയ്യും, എന്താ അമ്മേ? മോള് വലത് കാലം വെച്ചകത്ത് കയറിക്കോ. ഞാൻ സേഫ്. എന്നാ നീയും വയ്ക്കോ. ആ അകത്തോട്ടല്ല പുറത്തോട്ട്. അതെന്താ? എനിക്ക് കൂട്ടിന് വേണ്ടിയല്ലേ കൊണ്ടുവന്നേ, എനിക്ക് കൂട്ട് കിട്ടി. ഇനി നിന്റെ ആവശ്യം ഇവിടെ ഇല്ല, പൊയ്ക്കോ. അമ്മേ അഥവാ നിനക്ക് അകത്ത് കയറണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താ അമ്മേ? നിന്റെ ഈ ഗുണ്ടാപ്പണിയൊക്കെ കളഞ്ഞ് അന്തസ്സുള്ളൊരു ജോലിയും ചെയ്ത് ഇവളെ പൊന്നെ പോലെ നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റും. എന്നാ കയറിക്കോ. ഇതാണ് പറയുന്നത്, ചിലവരുടെ ജീവിതത്തിൽ ചിലവര് വന്നു കഴിഞ്ഞാൽ ചരിത്രം വഴിമാറും. വാരാട്ടാ.